ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമൊത്ത എത്ര സ്തുതിച്ചാലും മതി വരുമോ? ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ അനുഗ്രഹീതമായ ആരാധനയിലേക്ക് എല്ലാവരെയും ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ആരംഭം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ. ആമേൻ. 105 സങ്കീർത്തനത്തിൽ ഇങ്ങനെ നാം വായിക്കുന്നു: യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, തൻ നാമത്തെ വിളിച്ചപേക്ഷിപ്പിൻ. അവിടുത്തെ പ്രവൃത്തികളെ ജാതികളുടെ ഇടയിൽ അറിയിപ്പിൻ. അവിടുത്തേക്ക് പാടുവിൻ, അവിടുത്തേക്ക് കീർത്തനം പാടുവിൻ. അവിടുത്തെ സകല അത്ഭുതങ്ങളെയും കുറിച്ച് സംസാരിപ്പിൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ക്രിസ്തുയേശുവിലൂടെ ഞങ്ങൾ അളവില്ലാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ബലഹീനരായ ഞങ്ങൾ ബലവാനായ ദൈവമേ, അങ്ങയിൽ പൂർണ്ണമായി ശരണപ്പെട്ടുകൊണ്ട് ഞങ്ങൾ അടുത്തു വരുന്നു. ഞങ്ങളുടെ ജീവിതാനുഭവങ്ങളെയൊക്കെ അങ്ങ് സ്വീകരിക്കണമേ. ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. ആരാധനയിലുടനീളം ദൈവകൃപ അനുഭവിപ്പാൻ ഞങ്ങൾ ഓരോരുത്തരെയും യോഗ്യരാക്കണമേ. പരിശുദ്ധ കൃപയാൽ ഞങ്ങളെ നിറയ്ക്കുകയും ഞങ്ങളെ ആശീർവദിക്കുകയും ചെയ്യണമേ. ദൈവജനത്തെ അവിടുന്ന് കാത്തുപരിപാലിക്കണമേ. യേശു മൂലം താഴ്മയായി ഞങ്ങൾ അങ്ങയോട് യാചിക്കുന്നു. ദയതോന്നി കേൾക്കണം നല്ല പിതാവേ. ആമേൻ. ദൈവനാമ സ്തുതിക്കും മഹത്വത്തിനുമായി കീർത്തനങ്ങളിൽ 20-ാമത്തെ കീർത്തനം നമുക്ക് ചേർന്ന് പാടാം. എല്ലാവരും യേശുനാമത്തെ എന്നേക്കും വാഴ്ത്തിടി. കീർത്തനം 20. എല്ലാരും യേശുനാമത്തെ എന്നേക്കും വാഴ്ത്തിടും, എന്നേക്കും വാഴ്ത്തിടും. മന്നനായി വാഴിപ്പിന്തുടർ നാം വാഴ്ത്തിൻ, 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 നാം വാഴ്ത്തിൻ യേശുവേ. യാക്കോബിടത്തിൻ കീഴുള്ള തൻ രക്തസാക്ഷികൾ, തൻ രക്തസാക്ഷികൾ ഉഗതിശാലിൻ മൂലയെ നാം വാഴ്ത്തിൻ, 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 നാം വാഴ്ത്തിൻ യേശുവേ. സ്വർഗ്ഗസൈന്യത്തോടൊന്നായി നാം സാഷ്ടാംഗം വീണിടാം, സാഷ്ടാംഗം വീണിടാം. നിത്യഗീതത്തിൽ യോജിച്ചു നാം വാഴ്ത്തിൻ, 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 നാം വാഴ്ത്തിൻ യേശുവേ.
നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ദൈവം ആത്മാവാകുന്നു. അവിടുത്തെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. നമ്മുടെ പിതാവായ ദൈവത്തിങ്കിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിങ്കിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഇത് യഹോവയുണ്ടാക്കിയ ദിവസം. ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. കർത്താവേ, ഞങ്ങളുടെ അധരങ്ങളെ തുറക്കണമേ. എന്നാൽ ഞങ്ങളുടെ വായങ്ങയുടെ സ്തുതിയെ വർണ്ണിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. ആദ്യെങ്കിലും ഇപ്പോഴും എന്നേക്കുമുള്ള പ്രകാരം തന്നെ. ആമേൻ. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആകാശവും ഭൂമിയും അങ്ങയുടെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, അങ്ങേക്ക് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിന്റെ നാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉന്നതങ്ങളിൽ സ്തുതി. ദൈവമേ, അങ്ങ് പരിശുദ്ധനാകുന്നു. ദൈവമേ, അങ്ങ് പരിശുദ്ധനാകുന്നു. സർവശക്തനേ, അങ്ങ് പരിശുദ്ധനാകുന്നു. സർവശക്തനേ, അങ്ങ് പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, അങ്ങ് പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, അങ്ങ് പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തോത്രങ്ങളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, കൃപ തോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞങ്ങളുടെ ആരാധനയും സ്തോത്രവും തിരുമുമ്പാകെ അർപ്പിക്കുന്നതിനായി ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് വന്നിരിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങളെ പരമാർത്ഥമായി ഏറ്റുപറയുന്നതിനും മറ്റുള്ളവർക്കും ഞങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും ഞങ്ങളെ സഹായിക്കണം. അങ്ങയുടെ പരിശുദ്ധ വചനം ശ്രദ്ധയോടെ കേൾക്കുന്നതിനാൽ ഞങ്ങൾ അങ്ങയുടെ സ്നേഹത്തിന്റെ വലുപ്പത്തെ കൂടുതൽ യഥാർത്ഥമായി അറിയുകയും അങ്ങയുടെ കൃപാഫലങ്ങളെ ഞങ്ങളുടെ ജീവിതത്തിൽ തെളിയിച്ചു കാണിക്കുകയും ചെയ്യേണ്ടതിന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. ആമേൻ. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മിലില്ലാതെയായി. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവിടുന്ന് നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനും ആകുന്നു. ഞാൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ ചെന്നവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോടും അങ്ങയോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി അങ്ങയുടെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല എന്ന് പറയും. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവൻ അത്രയും നമുക്കുള്ളത്. അതിനാൽ നമുക്ക് മുട്ടുകുത്തി മൗനമായി നമ്മെ തന്നെ ശോധന ചെയ്യാം. നമുക്ക് നമ്മുടെ പാപങ്ങളെ സർവശക്തനായ ദൈവത്തോട് വിനയമായി ഏറ്റുപറയാം. ഒരു നിമിഷം ദൈവസന്നിധിയിൽ നമ്മെ സമർപ്പിച്ച് നമ്മുടെ കുറവുകൾ ഏറ്റുപറഞ്ഞ് മൗനമായി പ്രാർത്ഥിക്കാം. അനുതാപ പ്രാർത്ഥനയിൽ പങ്കുചേരാം. സർവശക്തിയും മഹാകരുണ്യമുള്ള പിതാവേ, ഞങ്ങൾ കാണാതെ പോയ ആടുകളെ പോലെ അങ്ങയുടെ വഴികളിൽ നിന്ന് തെറ്റിച്ചുനിയിരിക്കുന്നു. ഞങ്ങളുടെ സ്വന്തം ഹൃദയങ്ങളിലെ വിചാരങ്ങളെയും
മോഹങ്ങളെയും ഞങ്ങൾ ഏറ്റവും അനുസരിച്ച് നടന്നിരിക്കുന്നു. ഞങ്ങൾ അങ്ങയുടെ വിശുദ്ധ കൽപ്പനകളെ ലംഘിച്ചിരിക്കുന്നു. ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെ ചെയ്യാതെ വിട്ട് ചെയ്യരുതാത്ത കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. ഞങ്ങളിൽ സൗഖ്യവുമില്ല. അരിഷ്ടന്മാരായി കുറ്റക്കാരായ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ദൈവമേ, തങ്ങളുടെ പിഴകളെ ഏറ്റുപറയുന്നവരോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം അങ്ങ് മനുഷ്യവർഗത്തോട് അറിയിച്ചിരിക്കുന്ന വാഗ്ദത്ത പ്രകാരം അനുദപിക്കുന്നവരെ വീണ്ടും കൈക്കൊള്ളണമേ. മഹാകരുണയുള്ള പിതാവേ, അങ്ങയുടെ പരിശുദ്ധ നാമത്തിന്റെ മഹത്വത്തിനായിട്ട് ഞങ്ങൾ ഇനിമേൽ ദൈവഭക്തിയോടും നീതിയോടും സുബോധത്തോടും നടക്കേണ്ടതിന് ക്രിസ്തു നിമിത്തം കൃപ ചെയ്യണമേ. ആമേൻ. കർത്താവ് നൽകുന്ന പാപമോചനം അറിയിപ്പ് സ്വീകരിക്കുവിൻ. കരുണയുള്ള കർത്താവേ, അങ്ങയുടെ വിശ്വാസമുള്ള ജനങ്ങൾ തങ്ങളുടെ സകല പാപങ്ങളിൽ നിന്നും ശുദ്ധീകരിക്കപ്പെട്ട് ശാന്ത മനസ്സോടെ അങ്ങയെ സേവിപ്പാനായിട്ട് അവർക്ക് പാപമോചനവും സമാധാനവും നൽകണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ആമേൻ. ദൈവവചന ശുശ്രൂഷയ്ക്കായി നമുക്കൊരുങ്ങാം. കർത്താവിനെ സ്തുതിപ്പിൻ. കർത്താവിൻ്റെ നാമം സ്തുതിക്കപ്പെടട്ടെ. ഇന്നത്തേക്കുള്ള പ്രത്യേക സങ്കീർത്തനം നമുക്ക് ശ്രദ്ധിക്കാം. ഇന്നത്തേക്കുള്ള പ്രത്യേക സങ്കീർത്തന ഭാഗം 32-ാം സങ്കീർത്തനം. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഞാൻ മിണ്ടാതിരുന്നപ്പോൾ നിത്യമായി ഞരക്കത്താൽ എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചുപോയി. രാവും പകലും നിന്റെ കൈ എൻ്റെ മേൽ ഭാരമായിരുന്നു. എൻ്റെ മജ്ജ വേനൽക്കാലത്തെ ഉഷ്ണത്താൽ എന്ന പോലെ വറ്റിപ്പോയി. ഞാൻ എൻ്റെ പാപം നിന്നോട് അറിയിച്ചു, എൻ്റെ അകൃത്യം മറച്ചതുമില്ല. എൻ്റെ ലംഘനങ്ങളെ യഹോവയോടെ ഏറ്റുപറയൂ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നീ എൻ്റെ പാപത്തിൻ്റെ കുറ്റം ക്ഷമിച്ചു തന്നു. ഇത് നിമിത്തം ഓരോ ഭക്തനും കണ്ടെത്താവുന്ന കാലത്ത് പ്രാർത്ഥിക്കും. പെരുവെള്ളം കവിഞ്ഞ് വരുമ്പോൾ അത് അവൻ്റെ അടുക്കിൽ എത്തുകയില്ല. നീ എനിക്ക് മറുകടമാകുന്നു. നീ എന്നെ കഷ്ടത്തിൽ നിന്ന് സൂക്ഷിക്കും. രക്ഷയുടെ ഉല്ലാസഘോഷം കൊണ്ട് നീ എന്നെ ചുറ്റിക്കൊള്ളും. ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ട വഴി നിനക്ക് കാണിച്ചു തരും. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. നിങ്ങൾ ബുദ്ധിയില്ലാത്ത കുതിരയെയും കോവർ കഴുതയും പോലെ ആകരുത്. അവയുടെ ചമയങ്ങളായ കടിഞ്ഞാളും മുഖപ്പട്ടയും കൊണ്ട് അവയെ അടക്കി വരുന്നു. അല്ലെങ്കിൽ അവ നിനക്ക് സ്വാധീനമായില്ല. ദുഷ്ടന് വളരെ വിധങ്ങളുണ്ട്. യഹോവയിൽ ആശ്രയിക്കുന്നതോ ദയ ചുറ്റിക്കൊള്ളും. നീതിമാന്മാരെയും യഹോവയിൽ സന്തോഷിച്ച് ആനന്ദിപ്പീൻ. ഹൃദയ പരമാർത്ഥികൾ എല്ലാവരും പറഞ്ഞവരെ ഘോഷിപ്പീൻ. പഴയ നിയമം, ലേഖന, വേദഭാഗം എന്നിവ വായിക്കുന്നതിന് മുൻപായി ക്രിസ്തീയ ഗീതങ്ങളിൽ 395-ാമത്തെ ഗീതം നമുക്ക് പാടാം. എന്നുള്ളിലെന്നും വസിച്ചിടുവാൻ സ്വർഗമണ്ഡപം വിട്ടിറങ്ങി. ഗീതം 395. എന്നുള്ളിലെന്നും വസിച്ചിടുവാൻ സ്വർഗ മണ്ഡപം വീട്ടിറങ്ങി വന്ന ഉന്നതനാം തങ്ക പ്രാവനി വന്നെന്നിൽ എന്നും അധിവസിക്ക. എന്നുള്ളിലെന്നും വസിച്ചിടുവാൻ സ്വർഗ മണ്ഡപം വീട്ടിറങ്ങി വന്ന ഉന്നതനാം തങ്ക പ്രാവനി വന്നെന്നിൽ എന്നും അധിവസിക്ക. വന്ന ഉന്നതനാം തങ്ക പ്രാവനി വന്നെന്നിൽ എന്നും അധിവസിക്ക.
തങ്കച്ചിറകാടി എത്ര നാൾ കേട്ടിട്ടും ശങ്ക കൂടാതെ നിന്നെ തള്ളി സങ്കേതം ഞാൻ കൊടുത്തന്യർക്കെന്നോർത്തിത സങ്കടപ്പെട്ടിടുന്നു. തങ്കച്ചിറകടി എത്ര നാൾ കേട്ടിട്ടും ശങ്ക കൂടാതെ നിന്നെ തള്ളി സങ്കേതം ഞാൻ കൊടുത്തന്യർക്കെന്നോർത്തിത സങ്കടപ്പെട്ടിടുന്നു. തള്ളി സങ്കേതം ഞാൻ കൊടുത്തന്യർക്കെന്നോർത്തിത സങ്കടപ്പെട്ടിടുന്നു. ശൂന്യവും പാഴുമായി തള്ളിയതാമിനിൻ മന്ദിരം തന്നിലിന്നു ദേവാ വന്നു പാർത്തു ശുദ്ധി ചെയ്തു നിൻ വീട്ടിൻ്റെ നിന്നയകറ്റണമേ. ശൂന്യവും പാഴുമായി തള്ളിയതാമിനിൻ മന്ദിരം തന്നിലിന്നു ദേവാ വന്നു പാർത്തു ശുദ്ധി ചെയ്തു നിൻ വീട്ടിൻ്റെ നിന്നയകറ്റണമേ. ദേവാ വന്നു പാർത്തു ശുദ്ധി ചെയ്തു നിൻ വീട്ടിൻ്റെ നിന്നയകറ്റണമേ. ശക്തിയിൻ സിംഹാസനേ ജയവീരനായി വാഴുന്നോരേശുരാജൻ എന്നിൽ ശക്തിയോടെ വന്നു വാണിടും നേരത്തിൽ ശക്തനായി ജീവിക്കും ഞാൻ. ശക്തിയിൻ സിംഹാസനേ ജയവീരനായി വാഴുന്നോരേശുരാജൻ എന്നിൽ ശക്തിയോടെ വന്നു വാണിടും നേരത്തിൽ ശക്തനായി ജീവിക്കും ഞാൻ. എന്നിൽ ശക്തിയോടെ വന്നു വാണിടും നേരത്തിൽ ശക്തനായി ജീവിക്കും ഞാൻ. ഈ വിധത്തിൽ പരിപാലിക്കപ്പെട്ടിടാൻ ദൈവാത്മാവേ വന്നെന്നിൽ എന്നും ആവസിച്ചു തവ തേജസാലെന്നുടെ ജീവൻ പ്രശോഭിപ്പിക്ക. ഈ വിധത്തിൽ പരിപാലിക്കപ്പെട്ടിടാൻ ദൈവാത്മാവേ വന്നെന്നിൽ എന്നും ആവസിച്ചു തവ തേജസാലെന്നുടെ ജീവൻ പ്രശോഭിപ്പിക്ക. എന്നും ആവസിച്ചു തവ തേജസാലെന്നുടെ ജീവൻ പ്രശോഭിപ്പിക്ക.
എന്നുള്ളിലെന്നും വസിച്ചിടുവാൻ സ്വർഗ മണ്ഡപം വീട്ടിറങ്ങി വന്ന ഉന്നതനാം തങ്ക പ്രാവനി വന്നെന്നിൽ എന്നും എന്നുള്ളിലെന്നും വസിച്ചിടുവാൻ സ്വർഗ മണ്ഡപം വീട്ടിറങ്ങി വന്ന ഉന്നതനാം തങ്ക പ്രാവനി വന്നെന്നിൽ എന്നും വന്ന ഉന്നതനാം തങ്ക പ്രാവനി വന്നെന്നിൽ എന്നും The first lesson for today's reading is taken from the book of Exodus, chapter 14, verses 15 to 31. Exodus, chapter 14, verses 15 to 31. Then the Lord said to Moses, "Why are you crying out to me? Tell the Israelites to move on. Raise your staff and stretch out your hands over the sea to divide the water so that the Israelites can go through the sea on dry ground. I will harden the hearts of the Egyptians so that they will go in after them, and I will gain glory through the prophets and his army, through his chariots and his horsemen. The Egyptians will know that I am the Lord when I gain glory through the prophets, his chariots and his horsemen." Then the angel of God, who had been traveling in front of Israel's army, withdrew and went behind them. The pillar of cloud also moved from in front and stood behind them, coming between the armies of Egypt and Israel. Throughout the night the cloud brought darkness to one side and light to the other side, so neither went near the other all night long. Then Moses stretched out his hand over the sea, and all that night the Lord drove out the sea back with a strong east wind and turned it into dry land. The waters were divided, and the Israelites went through the sea on dry ground, and a wall of water on their right and on their left. The Egyptians pursued them, and all the prophets' horses and chariots and horsemen followed them into the sea. During the last watch of the night, the Lord looked down from the pillar of fire and clouds at the Egyptian army and threw them into confusion. He made the wheels of their chariots come off, so that they had difficulty driving, and the Egyptians said, "Let's get away from the Israelites. The Lord is fighting for them against Egypt." Then the Lord said to Moses, "Stretch out your hand over the sea, so that the waters may flow back over the Egyptians and their chariots and horsemen." Moses stretched out his hands over the sea, and at daybreak the sea went back to its place. The Egyptians were fleeing towards it, and the Lord swept them into the sea. The waters flowed back and covered the chariots and horsemen. The entire army of Pharaoh that had followed the Israelites into the sea, not one of them survived. But the Israelites went through the sea on dry ground, with a wall of water on their right and on their left. That day the Lord saved Israel from the hands of Egyptians, and Israel saw the Egyptians lying dead on the shore. And when the Israelites saw the great power the Lord displayed against the Egyptians, the people feared the Lord and put their trust in him and in Moses, his servant. Here ends the first lesson. From Titus chapter 3 verses 3 to 8. Titus chapter 3 verses 3 to 8. At one time, we too were foolish, disobedient, deceived, and enslaved by all kinds of passions and pleasures. We lived in malice and envy, being hated and hating one another. But when the kindness and love of God our Savior appeared, He saved us, not because of righteous things we had done, but because of His mercy. He saved us through the washing of rebirth and renewal by the Holy Spirit, whom He poured out on us generously through Jesus Christ our Savior, so that, having been justified by His grace, we might become heirs, having the hope of eternal life. This is a trustworthy saying, and I want you to stress these things,
so that those who have trusted in God may be careful to devote themselves to doing what is good. These things are excellent and profitable for everyone. Here ends the reading. ഇന്നത്തേക്കുള്ള സുവിശേഷ വേദഭാഗം യോഹന്നാൻ എഴുതിയ വിശുദ്ധ സുവിശേഷം 3-ാം അധ്യായം 3 മുതൽ 8 വരെയുള്ള ദൈവവചനം ശ്രവിപ്പിൻ. സെയിന്റ് ജോൺ ചാപ്റ്റർ 3 verses 3 to 8. യേശു അവനോട്, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. നിക്കോദേമോസ് അവനോട്, മനുഷ്യൻ വൃദ്ധനായ ശേഷം ജനിക്കുന്നത് എങ്ങനെ? രണ്ടാമതും അമ്മയുടെ ഉദരത്തിൽ കടന്ന് ജനിക്കാമോ എന്ന് ചോദിച്ചു. അതിന് യേശു, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല. ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. നിങ്ങൾ പുതുതായി ജനിക്കണം എന്ന് ഞാൻ നിന്നോട് പറയുകയാൽ ആശ്ചര്യപ്പെടരുത്. കാറ്റ് ഇഷ്ടമുള്ളയിടത്ത് ഊതുന്നു, അതിൻ്റെ ശബ്ദം നീ കേൾക്കുന്നു, എങ്കിലും അത് എവിടെ നിന്ന് വരുന്നു എന്നും എവിടേക്ക് പോകുന്നു എന്നും അറിയുന്നില്ല. ആത്മാവിനാൽ ജനിച്ചവനെല്ലാം അതുപോലെയാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ദൈവ വചനമാണ് നാം ശ്രവിച്ചത്. ക്രിസ്തു ദൈവവചനം ധ്യാനിക്കുന്നതിന് മുൻപായി കൺവെൻഷൻ പാട്ട് പുസ്തകത്തിൽ 119-ാമത്തെ പാട്ട് നമുക്ക് പാടാം. ഞാൻ നിന്നെ കൈവിടുമോ, ഒരു നാളും മറക്കുമോ. കൺവെൻഷൻ പാട്ട് പുസ്തകത്തിൽ 119-ാമത്തെ പാട്ട്. ഞാൻ നിന്നെ കൈവിടുമോ, ഒരു നാളും മറക്കുമോ. ഞാൻ നിന്നെ കൈവിടുമോ, ഒരു നാളും മറക്കുമോ. ആരു മറന്നാലും മറക്കാത്തവൻ അന്ത്യത്തോളം കൂടെയുള്ളവൻ. ആരു മറന്നാലും മറക്കാത്തവൻ അന്ത്യത്തോളം കൂടെയുള്ളവൻ.
നാമത്തിലെന്നെ ചേർക്കുന്നവൻ ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ ആരു മറന്നാലും മറക്കാത്തവൻ അന്ത്യത്തോളം കൂടെയുള്ളവൻ ആരു മറന്നാലും മറക്കാത്തവൻ അന്ത്യത്തോളം കൂടെയുള്ളവൻ ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ വചന ധ്യാനത്തിലേക്ക് എല്ലാവരെയും ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. വചനത്താൽ ഞങ്ങളെ സ്നേഹിക്കുന്ന നല്ല ദൈവമേ, വചനത്തിൻ്റെ ആത്മാവ് കൊണ്ട് ഈ നിമിഷങ്ങളിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വചനത്തിൻ്റെ ശക്തിയാൽ ഞങ്ങളെ ജീവിപ്പിക്കണമേ. വചനത്തിൻ്റെ ശക്തിയാൽ ഞങ്ങൾക്ക് സൗഖ്യം നൽകണമേ. വചനത്തിൻ്റെ ശക്തിയാൽ വിശുദ്ധീകരിക്കപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കണമേ. വചനം ഞങ്ങളിൽ ക്രിയ ചെയ്യുവാൻ ഇടയാക്കണമേ. ക്രിസ്തു മൂലം ഞങ്ങൾ താഴ്മയായി അങ്ങയോട് യാചിക്കുന്നു. ദയതോന്നി കേൾക്കണം നല്ല പിതാവേ. ആമേൻ. 2020 ഇയർ ഏറ്റവും പ്രതീക്ഷയോടെയാണ് നമ്മളെല്ലാവരും സ്വീകരിച്ചത്. ആ പ്രതീക്ഷകൾക്കൊക്കെ ചിറകു നൽകുന്ന അനുഭവങ്ങളായിരുന്നു, പ്രവചനങ്ങളായിരുന്നു ഗ്ലോബൽ ട്രെൻഡ് എക്സ്പെർട്സിൻ്റെ. അതിൽ ചിലത് ഇങ്ങനെയാണ്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ഡയറക്ടർ ജനറലായിരിക്കുന്ന ഡോക്ടർ തെദ്രോസ് അവർ ഈ വർഷം ആശംസിച്ചത് ഹെൽത്തിയർ വേൾഡ് എന്നുള്ളതാണ്. ഈ ലോകം മുഴുവനും ആരോഗ്യമുള്ളതായി തീരട്ടെ. ഇന്ന് ആരോഗ്യമുള്ള ഒരു ലോകത്തേക്കാൾ ഉപരി ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടി യാത്ര ചെയ്യുന്ന, പ്രയാസപ്പെടുന്ന മനുഷ്യരെയാണ് നമ്മൾ കാണുന്നത്. രണ്ടാമത്തെ എക്സ്പെർട്ട് ഒപ്പീനിയൻ മൈക്രോസോഫ്റ്റിൻ്റെ ഡിസ്റ്റിങ്ക്യൂഷ്ഡ് എഞ്ചിനീയറായ ബ്ലെയ്സിൻ്റെതാണ്. അദ്ദേഹം പറഞ്ഞു, ജോബ് മാർക്കറ്റിൽ മനുഷ്യന് വലിയ പ്രാധാന്യമൊന്നുമില്ല, കാരണം മെഷീൻ എല്ലാം കീഴടക്കി. എങ്കിലും മിനിമം ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ഒരു ഇൻകം പുരുഷന് മാത്രമല്ല സ്ത്രീക്കും ലഭ്യമാണ് എന്നുള്ള ഒരു അഭിപ്രായം പങ്കുവച്ചു. എന്നാൽ ഇന്ന് വരുമാനം നഷ്ടപ്പെട്ട് മനുഷ്യൻ പട്ടിണിയുടെ വക്കിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. മൂന്നാമത്തെ ഒപ്പീനിയൻ അത് UC ബാർക്കലിയുടെ ഫൗണ്ടറായിട്ടുള്ള ഡോക്ടർ മൈക്ക് നോർത്തിൻ്റെതാണ്. അദ്ദേഹം പറഞ്ഞു, ഈ യുഗം വിദ്യാഭ്യാസത്തിൻ്റെ യുഗമാണ്, ക്രിയേറ്റിവിറ്റിയുടെ യുഗമാണ്, അത് ലോകം മുഴുവനും വ്യാപിക്കും. എന്നാൽ ഇന്ന് മിക്ക രാജ്യങ്ങളും 0 അക്കാഡമിക് ഇയറിലാണ് ആയിരിക്കുന്നത്. ഇവിടെ നൈപുണ്യമുള്ള അഭിപ്രായമുണ്ടെങ്കിലും ആ അഭിപ്രായങ്ങളുടെ ഒടുവിൽ അതിനെല്ലാം പരിമിതി നമ്മൾ കാണുകയാണ്. ഈ പരിമിതി ലോകം മുഴുവനും ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കൊച്ചു കേരളത്തിലും ഈ പരിമിതി നമ്മൾ കാണുകയുണ്ടായി.
പ്രളയത്തിൽ, വൈറസിൻ്റെ അതിവ്യാപനത്തിൽ, ലാൻഡ് സ്ലൈഡിൽ, പ്ലെയിൻ ക്രാഷിലെല്ലാം നമ്മൾ ഈ പരിമിതി കണ്ടു. ഇതൊക്കെ നമ്മെ അറിയിക്കുന്നത് നൈപുണ്യമുള്ളവർ എന്ന് മനുഷ്യർ ചിന്തിക്കുമ്പോഴും മനുഷ്യൻ്റെ പ്രവൃത്തികൾക്കൊക്കെ പരിമിതിയുണ്ട്, പരിധികളുണ്ട് എന്നുള്ളതാണ്. എന്നാൽ പരിമിതിയില്ലാത്ത ഒന്ന് മാത്രമാണ് ഈ ലോകത്തുള്ളത്. അത് സർവശക്തനായ ദൈവം മാത്രമാണ്. ദുരന്ത ഭൂമിയിൽ മനുഷ്യനെന്നും നിസ്സഹായനാണ്. ദുരന്ത ഭൂമിയിലെ മനുഷ്യന്റെ ശബ്ദം എന്ന് പറയുന്നത് നിസ്സഹായതയുടെ, പരിമിതിയുടെ, വേദനയുടെ, നൊമ്പരങ്ങളുടെ ശബ്ദമാണ്. ഇതേ ശബ്ദം, ഇതേ അനുഭവം, ഇതേ സാഹചര്യം നമ്മൾ ഇന്നത്തെ പഴയ നിയമത്തിൽ കാണുകയാണ്. പുറപ്പാട് പുസ്തകം 14 അധ്യായം 15 മുതൽ 31 വരെയുള്ള ഭാഗത്ത് നേതാവായ മോശ ദൈവജനമായ ഇസ്രായേൽ മക്കളെ ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് വാഗ്ദത്ത ദേശമായ കനാൻ ദേശത്തേക്ക് കൊണ്ടുപോവുകയാണ്. എന്നാൽ അവരുടെ മുൻപിൽ വലിയൊരു പ്രതിബന്ധം അവർ അതിജീവിക്കുകയാണ്. മുൻപിൽ റെഡ് സീ, പുറകില് ഫറവോനും ഫറവോന്റെ ശക്തമായ സൈന്യവും. എന്നാൽ ഈ പ്രതിബന്ധങ്ങളിൽ, ഈ നിസ്സഹായതയിൽ ദൈവം എങ്ങനെയാണ് ആ ജനത്തെ നടത്തിയതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. 2 ചിന്തകൾ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്, ദൈവം അവിടുത്തെ ജനത്തിന് വഴിയൊരുക്കുന്നവനാണ്. ദൈവം അവിടുത്തെ ജനത്തിന് വഴിയൊരുക്കുന്നവനാണ്. പുറപ്പാട് പുസ്തകം 14 അധ്യായം 15 വാക്യം അവിടെ ഇങ്ങനെ വായിക്കുകയാണ്: The Lord said to Moses, Why are you crying out to me? യഹോവ മോശയോട് പറയുകയാണ്, മോശെ, നീ എന്തിനാണ് നിലവിളിക്കുന്നത്? നീ എന്തിനാണ് സങ്കടപ്പെടുന്നത്? നീ എന്തിനാണ് വേദനിക്കുന്നത്? ഇസ്രായേൽ ജനത്തോട് മുൻപോട്ട് പോകുവാൻ പറ. ദൈവം ഒരു ഓർഡർ കൊടുക്കുകയാണ്. ദൈവം ഒരു ഡിറക്ഷൻ കൊടുക്കുകയാണ് ഇസ്രായേൽ ജനത്തോട് മുൻപോട്ട് പോകുവാനായിട്ട്. ഇത് വളരെ സന്ദേഹങ്ങൾ ഉണ്ടാക്കാം, വളരെ പ്രയാസങ്ങൾ ഉണ്ടാക്കാം. കാരണം അവരുടെ മുൻപിലുള്ളത് ചെങ്കടലാണ്. ഇടത്തോട്ട് പോകാൻ പറഞ്ഞാൽ അവർക്ക് പോകാം, റൈറ്റിലേക്ക് പോകാൻ പറഞ്ഞാൽ അവർക്ക് പോകാം, അല്പം ധൈര്യമുണ്ടെങ്കിൽ അവർക്ക് പുറകിലേക്ക് പോകാം. പക്ഷേ മുൻപിലേക്ക് പോകുവാൻ ഒരു സാധ്യതയുമില്ല. കപ്പലുണ്ടായിരുന്നെങ്കിൽ പോകാം, അതിനനുസരിച്ചുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ പോകാം. പക്ഷെ മോശയുടെ കയ്യിൽ ആകെയുള്ളത് ഒരു വടി മാത്രമാണ്. ഈ സമയത്ത് ഇസ്രായേൽ ജനം പറയുകയാണ്, മിസ്രൈമിൽ ഞങ്ങൾക്ക് മരിക്കാൻ കഴിവില്ലാഞ്ഞിട്ടാണോ, കുഴികളില്ലാത്തത് കൊണ്ടാണോ, സ്ഥലമില്ലാത്തത് കൊണ്ടാണോ നീ ഞങ്ങളെ ഈ ചെങ്കടലിന്റെ മുൻപിൽ കൊണ്ടുവന്നതെന്ന് ചോദിക്കുകയാണ്. മോശ പോലും പതറിപ്പോകുന്ന അവസ്ഥ. മോശ വേദനിക്കുകയാണ്, സങ്കടപ്പെടുകയാണ്. ഈ സങ്കടപ്പെടുമ്പോൾ, മുറിപ്പെടുമ്പോൾ ദൈവം മോശയോട് പറയുകയാണ്, മോശ, നീ എന്തിനാണ് എന്നോട് നിലവിളിക്കുന്നത്? ഇസ്രായേൽ ജനത്തോട് നീ പോകാൻ പറ. കാരണം ദ പെർമിഷൻ ഓൾറെഡി ഗ്രാന്റഡ്. നിന്റെ പ്രാർത്ഥന, നിന്റെ നിലവിളി ഞാൻ കേട്ടിരിക്കുകയാണ്. അതിന് ഞാൻ മറുപടി തന്നു കഴിഞ്ഞു. ഇനി നീ നിലവിളിക്കേണ്ട ആവശ്യമില്ല. ധൈര്യമായി ഇസ്രായേൽ ജനത്തെ മുൻപിലേക്ക് നടത്തുക എന്ന് മോശയോട് കർത്താവ് പറയുകയാണ്. പലപ്പോഴും ജീവിതത്തിൻ്റെ പല വേദനകളിലും നമ്മൾ നിലവിളിക്കുന്നവരാണ്, സങ്കടപ്പെടുന്നവരാണ്. എന്നാൽ കർത്താവ് പറയുകയാണ്, നിന്റെ നിലവിളി ഞാൻ കേട്ടിരിക്കുകയാണ്, നിനക്ക് മറുപടി ഞാൻ തന്നു കഴിഞ്ഞു. അതുകൊണ്ട് നീ ഇനിയും സങ്കടപ്പെടണ്ട എന്ന് മോശയെ ആശ്വസിപ്പിച്ച ദൈവം നമ്മെയും ആശ്വസിപ്പിക്കുകയാണ്. ഡോൺ മോന്റെ മനോഹരമായ ഒരു പാട്ട് നമുക്കറിയാം.
God will make a way where there seems to be no way. He works in ways we cannot see. ഒരു വഴിയില്ലാത്ത സ്ഥലത്തും ദൈവം നമുക്ക് വേണ്ടി വഴിയൊരുക്കുന്നവനാണ്. ഒരു വഴി കാണാത്ത സാഹചര്യത്തിലും നമുക്ക് വേണ്ടി വഴിയൊരുക്കുന്ന, മറുപടി തരുന്ന, മുന്നമേ നമ്മെ അനുഗ്രഹിക്കുന്ന ഒരു സർവശക്തനായ ദൈവം നമ്മുടെ കൂടെയുണ്ട്. ഇവിടെ ഒരു ചോദ്യം അവശേഷിക്കും. അതായത്, എന്തിനാണ് ദൈവം ഇത്ര പ്രയാസപ്പെട്ട് റെഡ് സീ കടന്ന് അപ്പുറത്തേക്ക് ജനത്തെ കൊണ്ടുപോകുന്നത്? വേറെ വഴിയിലൂടെ ഈ ജനത്തെ കൊണ്ടുപോയിക്കൂടെ? പക്ഷേ ഈ ജനം അറിയണം അവരുടെ ദൈവം ആരാണെന്ന്. എല്ലാ പ്രതിബന്ധങ്ങളെയും നീക്കുവാനായിട്ട് കഴിവുള്ളവനാണ് ദൈവം. അവനെല്ലാത്തിനും സാധ്യതയുള്ള ദൈവമാണ്. അവനെല്ലാം സാധ്യമാണ്. പ്രകൃതി ശക്തികളെ നിയന്ത്രിക്കുന്നത് ദൈവമാണ്, മനുഷ്യനല്ല. സകല സൃഷ്ടിയുടെ മേലും പരമാധികാരമുള്ളവൻ ദൈവമാണ്. അവനൊരു വാക്ക് കൽപ്പിക്കുമ്പോൾ എല്ലാം ശാന്തമാകുന്നു, എല്ലാം യഥാസ്ഥാനപ്പെടുന്നു. കർത്താവിൻ്റെ വാക്കിന്, വചനത്തിന് വിലയുണ്ട്. അവൻ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുവാൻ കഴിവുള്ളവനാണെന്ന് ഈ ജനം തിരിച്ചറിയണം. അതിന് ചെങ്കടലിൻ്റെ മധ്യ ദൈവം അവരെ കൊണ്ടുപോവുകയാണ്. നമ്മുടെ ജീവിതത്തിൽ എത്ര വലിയ പ്രതിസന്ധി ആയിക്കോട്ടെ, എത്ര വലിയ പ്രതികൂല സാഹചര്യങ്ങളായിക്കൊള്ളട്ടെ, എന്നാൽ അതിൻ്റെ മധ്യയൊക്കെ ഇസ്രായേലിനെ നടത്തിയ ദൈവം നമ്മെ നടത്തുവാൻ കഴിവുള്ളവനാണെന്ന വിശ്വാസം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം 19-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നുണ്ട്, ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും. മരുഭൂമിയിൽ ഒരു വഴി ഉണ്ടാക്കുക സാധ്യമല്ല, നിർജ്ജന പ്രദേശത്ത് നദികൾ ഉണ്ടാക്കുക സാധ്യമല്ല. എന്നാൽ കർത്താവിന് സകലവും സാധ്യം. നമുക്ക് അസാധ്യമെന്ന് പലതും തോന്നാം, എന്നാൽ ദൈവത്തിന് സകലവും സാധ്യം. മോശയെപ്പോലെ ദൈവം മുമ്പാകെ ഒന്ന് ഹൃദയം വേദനിക്കുമ്പോൾ, ദൈവം മുഖത്തേക്ക് ഒന്ന് നോക്കുമ്പോൾ, ഹൃദയത്തെ ദൈവകരങ്ങളിൽ നമ്മൾ സമർപ്പിക്കുമ്പോൾ, നമുക്ക് വേണ്ടി വഴിയൊരുക്കുവാൻ നമ്മുടെ ദൈവം കഴിവുള്ളവനാണ്, മതിയായവനാണ്. ആ ദൈവത്തിൽ നമുക്ക് ഈ നാളുകളിൽ ആശ്രയിക്കാൻ കഴിയണം. രണ്ടാമതായിട്ട് നമ്മൾ തിരിച്ചറിയുന്നത്, ദൈവം അവിടുത്തെ ജനത്തെ സംരക്ഷിക്കുന്നവനാണ്. ദൈവം അവിടുത്തെ ജനത്തെ സംരക്ഷിക്കുന്നവനാണ്. മുൻപിൽ ഒരു വലിയ പ്രതിബന്ധം ചെങ്കടലായിരുന്നു. എന്നാൽ ആ ചെങ്കടലിനെ മുന്നിൽ നിന്ന് തന്നെ ദൈവം മാറ്റി വഴിയൊരുക്കുകയാണ്. മാത്രമല്ല, ഇടത്തും വലത്തും മതില് പോലെ വെള്ളം നിൽക്കുകയാണ്. മുൻപിൽ സേഫായി, ഇടത്തും വലത്തും സേഫായി, പക്ഷേ പുറകില് അവര് സുരക്ഷിതരല്ല. എന്നാൽ ഈ സമയത്ത് 19-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുകയാണ്, ദൈവത്തിന്റെ ദൂതനും മേഘസ്തംഭവും മുൻപിൽ നിന്നും മാറി പിൻപിൽ പോയി നിൽക്കുകയാണ്. ഇസ്രായേൽ ജനത്തിന്റെ മുൻപിൽ നടന്ന ദൈവത്തിന്റെ ദൂതൻ, ദൈവത്തിന്റെ മേഘസ്തംഭം മുൻപിൽ നിന്നും മാറി അവരുടെ പിൻപിൽ പോയി നിൽക്കുകയാണ്. എന്തിനു വേണ്ടിയാണ് മുൻപിൽ നടന്ന ഈ ദൈവദൂതൻ പിന്നിലേക്കായത്? തർഗും എന്ന് പറയുന്ന ഹീബ്രു പരിഭാഷയിൽ ഇങ്ങനെ പറയുന്നുണ്ട്, മിസ്രൈമ്യർ സകല സന്നാഹങ്ങളോടും കൂടിയാണ് ആക്രമിക്കാനായിട്ട് വരുന്നത്. കല്ലുകളുണ്ട്, അവരുടെ കയ്യിൽ അമ്പുകളുണ്ട്, ആയുധങ്ങളുണ്ട്. അവർക്ക് പിന്നിൽ നിന്നാണ് അവരെ കീഴടക്കാനായിട്ട്, ആക്രമിക്കുവാനായിട്ട് കഴിയുക. മുന്നിൽ നിന്നൊന്നും ചെയ്യാൻ കഴിയില്ല. എന്നാൽ ഈ സമയത്ത് പിന്നിൽ ദൈവത്തിന്റെ ദൂതൻ അവിടുത്തെ ജനത്തിന് സംരക്ഷണം ഒരുക്കുകയാണ്. ഗിൽ എന്ന് പറയുന്ന ചിന്തകൻ ഈ അനുഭവത്തെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. അതായത്, ഇസ്രായേൽ മക്കൾ ഇപ്പോഴും ചിന്തിക്കുന്നത് ഈ ദൂതൻ മിഖായേലായിരുന്നു എന്നാണ്. ഈ പിൻപിൽ നടന്ന ജനത്തിന്റെ മുൻപേ അഗ്നിയുടെ ഒരു മതിൽ ഈ ദൂതൻ തീർത്തു എന്നാണ് ഇസ്രായേൽ ജനം ഇന്നും വിശ്വസിക്കുന്നത്. ചെങ്കടലിന്റെ മധ്യേ അഗ്നിയുടെ ഒരു മതിൽ തീർത്ത് ഈ ജനത്തിന് 4 ചുറ്റും സംരക്ഷണം നൽകിയാണ് ദൈവം അവരെ മുൻപിലേക്ക് നയിച്ചത്. എത്ര നല്ലവനും വിശ്വസ്തനുമായ ദൈവമാണ് നമ്മുടെ ദൈവം. ദൈവത്തിൽ നമ്മൾ ആശ്രയിക്കുന്ന സമയത്ത്
അവിടുത്തെ ഒരു സംരക്ഷണം എപ്പോഴും നമ്മോട് കൂടെ ഇരിക്കും. ആ സംരക്ഷണ വലയം ഭേദിക്കുവാൻ ഒരു ശക്തിയെയും ദൈവം ഒരിക്കലും അനുവദിക്കുന്നില്ല. രണ്ട് രീതിയിലുള്ള തിരിച്ചറിവുകൾ ഇവിടെ നമ്മൾ കാണുന്നുണ്ട്. ഒന്ന്, മിസ്രയീം ജനമാണ്. അവര് തമ്മിൽ പറയുകയാണ്, നമ്മൾ ഇനി ഇസ്രായേൽ മക്കളോട് യുദ്ധം ചെയ്യാൻ പോകണ്ട, നമുക്ക് പിന്തിരിഞ്ഞോടാം, നമുക്ക് രക്ഷയില്ല. കാരണം ഇസ്രായേലിന് വേണ്ടി യുദ്ധം ചെയ്യുന്നത് യഹോവയായ ദൈവമാണ്. ഇസ്രായേലിന് വേണ്ടി യുദ്ധം ചെയ്യുന്നത് യഹോവയായ ദൈവമാണ്. അതുകൊണ്ട് നമുക്ക് പിന്തിരിഞ്ഞോടാമെന്ന് ഇസ്രായേൽ മക്കള് അവരുടെ അനുയായികളോട് പറയുകയാണ്. ഇത് വലിയൊരു തിരിച്ചറിവാണ്. രണ്ടാമത്തെ തിരിച്ചറിവ് ഇസ്രായേൽ മക്കൾക്കുണ്ടാവുന്നുണ്ട്. അവർ പറയുകയാണ്, ഞങ്ങൾക്ക് വിജയം തന്നത് യുദ്ധവീരനായ ജയവീരനായ ദേവന്മാരിൽ ആർക്കും തുല്യത വയ്ക്കുവാൻ കഴിയാത്ത, മഹിമകളിൽ തുല്യത വയ്ക്കുവാൻ കഴിയാത്ത, സ്തുതികളിൽ ഉന്നതനായ ജയവീരനായ ദൈവമാണ് ഞങ്ങൾക്ക് വിജയം തന്നത്. അതുകൊണ്ട് വചനത്തിൽ പറയുകയാണ്, ആ ജനം ദൈവത്തെ ഭയപ്പെട്ടു. ആ ജനം ദൈവത്തെ ഭയപ്പെട്ടു. ദൈവത്തിന്റെ ദാസനായ മോശയെ വിശ്വസിച്ചു. ആ നേതൃത്വത്തെ അവർ അംഗീകരിച്ചു. അതുവരെ നേരിട്ട എല്ലാ പ്രതിബന്ധങ്ങളെയും ദൈവം അതോടെ അവരുടെ ജീവിതത്തിൽ ഇല്ലാതാക്കുകയാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ വ്യത്യസ്തമായ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ നമ്മൾ നേരിടുമ്പോഴും അതിൻ്റെ മധ്യമൊക്കെ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന, വഴിയൊരുക്കുന്ന, ചുറ്റുപാടും സംരക്ഷണം നൽകി നമ്മെ കാക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. കഴിഞ്ഞ ജലപ്രളയത്തിൽ എൻ്റെ ഒരു സ്നേഹിതൻ്റെ കുടുംബം അവരുടെ അനുഭവം പങ്കുവച്ചത് ഇങ്ങനെയാണ്. ശക്തമായ മണ്ണൊലിച്ച് ഏക്കർ കണക്കിന് ഭൂമി ഒലിച്ചു പോവുകയാണ്. അവിടെ ഉണ്ടായിരുന്ന വീടുകളെല്ലാം മണ്ണിനടിയിലായി. ചില ചേതനയേറ്റ മനുഷ്യ ശരീരങ്ങൾ ഒഴുകി നടക്കുകയാണ്. അവരുടെ വീടിൻ്റെ ചുറ്റും വെള്ളം ശക്തമായി ഒഴുകുകയാണ്. എന്നാൽ ആ വീടിൻ്റെ മുറ്റം വരെ വന്നു. ആ വീടിനൊന്നും സംഭവിച്ചില്ല. അവരും ഭാരപ്പെട്ടു. ഞങ്ങളും ഈ ശക്തമായ അടിയൊഴുക്കിൽ പെട്ടുപോകുമല്ലോ, കുഞ്ഞുങ്ങളും ഞങ്ങളെല്ലാം പെട്ടുപോകുമല്ലോ എന്ന് അവർ സങ്കടപ്പെട്ട് നിലവിളിക്കുകയാണ്. അവർ പറയുകയാണ്, അച്ഛാ, എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല. ഒരുപക്ഷെ ഞങ്ങളുടെ പ്രാർത്ഥനയാണോ ഞങ്ങളുടെ വിശ്വാസമാണോ എന്നറിയില്ല. ഞങ്ങളുടെ ചുറ്റും വെള്ളം ഒഴുകി. എന്നാൽ ഞങ്ങൾക്കൊന്നും ദൈവം വരുത്തിയില്ല, ഒരാപത്തും വരുത്തിയില്ല. ആ സമൂഹത്തിൽ വലിയ സാക്ഷികളായിട്ട് ഞങ്ങൾ ഇന്ന് ജീവിക്കുകയാണ്. അവർക്കൊക്കെ അത്ഭുതമാണ് എന്താണ് സംഭവിച്ചത്. നമ്മളെപ്പോഴും ഓർക്കണം, പ്രകൃതിക്ക് ഒരു നിയമമുണ്ട്. എന്നാൽ ആ നിയമത്തിൻ്റെ മീതെയാണ് ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ കരം. കാരണം അവനാണ് എല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത്. സർവ്വ സൃഷ്ടിക്കും കാരണം ദൈവമാണ്. അവിടുന്ന് സകലത്തെയും നിയന്ത്രിച്ച് ഭരിക്കുന്നവനാണ്. അവൻ്റെ കൃപയിൽ ഈ നാളുകളിൽ ആശ്രയിക്കുവാൻ നമുക്ക് കഴിയണം. സങ്കീർത്തനക്കാരൻ പറയുകയാണ്, 138 സങ്കീർത്തനം 7 വാക്യത്തിൽ പറയുകയാണ്, ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും. ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും. എൻ്റെ ശത്രുക്കളുടെ ക്രോധത്തിന് നേരെ നീ കൈ നീട്ടും. നിന്റെ വലങ്കൈ എന്നെ രക്ഷിക്കും. നിന്റെ വലങ്കൈ എന്നെ രക്ഷിക്കും. മോശയോട് കർത്താവ് പറയുകയാണ്, നിന്റെ കൈ നീട്ടി ഈ ചെങ്കടലിനെ നീ വിഭജിക്കാം. ഈ ദൈവത്തിൻ്റെ കരം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ എത്ര വലിയ പ്രതിസന്ധിയെയും അതിജീവിക്കുവാൻ നമുക്ക് കഴിയും. അങ്ങനെയുള്ളൊരു അനുഭവം ഈ നാളുകളിൽ ദൈവം നമുക്ക് നൽകട്ടെ. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം, അതിനായി നമുക്ക് ഒരുങ്ങാം. ദൈവം ധാരാളമായിട്ട് നമ്മെ ആശീർവദിച്ച് വഴി നടത്തട്ടെ. ആമേൻ. പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ദുരന്തങ്ങളുടെ ഒരു പരമ്പര തന്നെ ഈ കാലങ്ങളിൽ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. വളരെ അസ്വസ്ഥതയുള്ള ഈ ലോകത്ത് ഞങ്ങൾ ജീവിക്കുമ്പോൾ കർത്താവേ, ഒരിക്കലും ഭാരപ്പെടുവാൻ, ദുഃഖിതരായി കാണപ്പെടുവാൻ, നിരാശയിൽ കഴിയുവാൻ ഞങ്ങൾ അനുവദിക്കരുതേ. എന്തെന്നാൽ ഇസ്രായേൽ മക്കളെ നടത്തിയ അതേ ദൈവം ഇന്ന് ഞങ്ങളോട് കൂടെയുണ്ട്. ഞങ്ങളെയും ഞങ്ങളേത് പ്രതിസന്ധിയുടെ മധ്യയും ഞങ്ങളെ നടത്തുവാൻ, സംരക്ഷണം നൽകുവാൻ, ഞങ്ങൾക്ക് ആശ്വാസം നൽകുവാൻ, വിടുതൽ നൽകുവാൻ, വിജയം നൽകുവാൻ ജയവീരനായ ദൈവം ഞങ്ങളോട് കൂടെയുണ്ട് എന്ന് വിശ്വസിക്കുവാൻ സഹായിക്കണമേ. കൃപമേൽ കൃപ പ്രാപിക്കുവാൻ ഈ കാലങ്ങളിൽ ഞങ്ങളെ യോഗ്യരാക്കണം. ക്രിസ്തു മൂലം താഴ്മയായി ഞങ്ങൾ അങ്ങയോട് യാചിക്കുന്നു.
ദയതോന്നി കേൾക്കണം നല്ല പിതാവേ. ആമേൻ. ശ്രവിച്ച നമുക്ക് അപ്പോസ്തല വിശ്വാസ പ്രമാണം ഏറ്റുപറയാം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചവനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ഇവൻ പരിശുദ്ധാത്മാവിനാൽ കന്യകമറിയയിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ടു, ജനിച്ചു, പൊന്തിയോസ് പിലാത്തോസിന്റെ കീഴിൽ കഷ്ടപ്പെട്ടു, ക്രൂശിക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു. അവിടുന്ന് പാതാളത്തിലേക്ക് ഇറങ്ങി, മൂന്നാം ദിവസം മരിച്ചവരിൽ നിന്ന് പിന്നെയും ഉയർത്തെഴുന്നേറ്റു. അവിടുന്ന് സ്വർഗത്തിലേക്ക് കയറി, സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് അവൻ ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായം വിധിപ്പാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കാതോലിക സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും ശരീരത്തിന്റെ പുനരുദ്ധാനത്തിലും നിത്യജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ, നിങ്ങളോടുകൂടെയും. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ക്രിസ്തുവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ശുദ്ധീകരിക്കപ്പെടണമേ. അങ്ങയുടെ രാജ്യം വരേണമേ. അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതല്ലോ. ആമേൻ. സമാധാനത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, സകല വിശുദ്ധാഗ്രഹങ്ങളും സകല നല്ല ആലോചനകളും സകല നീതിയുള്ള പ്രവൃത്തികളും അങ്ങയിൽ നിന്നല്ലോ വരുന്നത്. അങ്ങയുടെ കൽപ്പനകളെ അനുസരിച്ച് നടപ്പാനായി ഞങ്ങളുടെ ഹൃദയങ്ങൾ ഒരുങ്ങിയിരിക്കുവാനും ഞങ്ങൾ അങ്ങയാൽ ശത്രുഭയം കൂടാതെ കാക്കപ്പെട്ട് ആശ്വാസത്തോടും ശാന്തതയോടും ഞങ്ങളുടെ കാലം കഴിപ്പാനും ലോകത്തിന് തരുവാൻ കഴിയാത്ത സമാധാനം ഞങ്ങളുടെ രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെ യോഗ്യത മൂലം അങ്ങയുടെ അടിയാരായ ഞങ്ങൾക്ക് നൽകണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ആമേൻ. കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. സകല നന്മകളുടെയും കാരണനും ദാതാവുമായി സകല ശക്തിയും ബലവുമുള്ള കർത്താവേ, അങ്ങയുടെ നാമത്തോടുള്ള സ്നേഹത്തെ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നട്ട് സത്യമായ ദൈവഭക്തിയെ ഞങ്ങളിൽ വർദ്ധിപ്പിച്ച് സകല നന്മ കൊണ്ടും ഞങ്ങളെ പോഷിപ്പിച്ച് ഇവയിൽ തന്നെ അങ്ങയുടെ മഹാകരുണ കൊണ്ട് ഞങ്ങളെ നിലനിർത്തണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമ്മെ തന്നെ നമുക്കൊരുക്കാം. നമുക്ക് ദൈവസന്നിധിയിൽ അഭയാചനകൾ കഴിക്കാം, പ്രാർത്ഥിക്കാം. ക്രിസ്തുയേശുവിലൂടെ ഞങ്ങളെ അനന്തമായി സ്നേഹിക്കുന്ന നല്ല ദൈവമേ, ഈ അനുഗ്രഹിക്കപ്പെട്ട ധന്യനിമിഷത്തിനായി ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. ഓരോരുത്തരും മറ്റുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്ത് പ്രാർത്ഥിക്കണമെന്നുള്ള ക്രിസ്തുവിൻ്റെ ഉപദേശത്തെ പ്രതി ഞങ്ങളും മറ്റുള്ളവർക്കായി പ്രാർത്ഥിക്കാൻ ഒരുങ്ങിയിരിക്കുന്നു. പ്രാർത്ഥനയുടെ ആത്മാവ് കൊണ്ട് ഞങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കണമേ. സ്വർഗീയമായ വാതിലുകൾ തുറക്കുന്നതിനുള്ള ഉപകരണം പ്രാർത്ഥനയെന്ന താക്കോലാണെന്ന തിരിച്ചറിവ് ഞങ്ങൾക്ക് നൽകണമേ. ഈ പ്രാർത്ഥനയിലൂടെ ഭൂമിയിലുള്ള ഞങ്ങൾ സ്വർഗീയമായ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ ഇടയാക്കണമേ. ഞങ്ങൾ ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, എല്ലാ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ മഹാമാരിയിൽ പ്രതിസന്ധികളും വേദനകളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന കുടുംബങ്ങളെ, മക്കളെ, ലോക രാജ്യങ്ങളെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നീ ചരിത്രത്തിൽ പ്രവർത്തിക്കുന്ന ദൈവമാണ്. നിന്റെ നീതി വെളിപ്പെടുവാനായി ഞങ്ങൾ കാത്തിരിക്കുകയാണ്. വാഞ്ചയോടെ
നിന്റെ നീതിക്കായി ഞങ്ങൾ കാത്തിരിക്കുകയാണ്. കർത്താവെ, നീ സകലത്തിനും സമാപ്തി വരുത്തുന്ന ദൈവമാണ്. നിന്റെ കൃപയാൽ ഞങ്ങളെയും ഈ ലോകത്തെയും ജീവിപ്പിക്കണമേ. കർത്താവെ, ഞങ്ങളുടെ സഭയെ ഓർക്കുന്നു. കർത്താവെ, ഓരോ കുടുംബങ്ങളെ, കുഞ്ഞുങ്ങളെ, വാർദ്ധക്യമുള്ളവരെ, പല മേഖലകളിൽ അധ്വാനിക്കുന്നവരെ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം അവരെല്ലാം സമൃദ്ധിയായി അനുഗ്രഹിക്കണമേ. കർത്താവായ ദൈവമേ, ആരെങ്കിലും വേദനയോ മാനസികമായ ബുദ്ധിമുട്ടുകളോ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ദൈവാത്മാവിൻ്റെ ശക്തി അവരുടെ മേൽ കർത്താവെ ആരാധനയിലൂടെ ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ്, നീ സകലത്തിനും മതിയായ ദൈവമാണെന്ന് തിരിച്ചറിയുവാൻ എല്ലാ മക്കളെയും നീ സഹായിക്കണമേ. കർത്താവെ, നിന്റെ കൃപയാൽ അവരെയൊക്കെ നീ ജീവിപ്പിക്കണമേ. ആരും നഷ്ടമായി പോകുവാൻ നീ അനുവദിക്കരുതേ. കർത്താവെ, നീ ഒരുക്കിയിട്ടുള്ള നന്മ കാണുവാൻ, കർത്താവെ, നിന്റെ ദാസന്മാർക്ക് നീ ഒരുക്കുന്ന രക്ഷ കാണുവാൻ അവരെ നീ യോഗ്യരാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ ലോകത്തിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. എത്രയോ ആളുകൾ മാനസികവും ശാരീരികവും മുറിവുകളോടെ, കർത്താവ്, നഷ്ടബോധത്തോടെ, ഉറ്റവരുടേവരും നഷ്ടപ്പെട്ട വലിയ സങ്കടത്തോടായിരിക്കുന്നവരുണ്ട്. അവരെല്ലാം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആ ജീവിതങ്ങളിലെല്ലാം കർത്താവെ, നിന്റെ അനുഗ്രഹം മാറി സമാധാനം വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, ഞങ്ങളോട് പ്രാർത്ഥന ആവശ്യപ്പെട്ട എല്ലാവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നീ ഞങ്ങളുടെ എല്ലാം ജീവിതത്തിൽ ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ഞങ്ങളോട് പ്രാർത്ഥന ആവശ്യപ്പെട്ട, പ്രത്യേകിച്ച് രോഗാവസ്ഥയിലൊക്കെ കഴിഞ്ഞ ഹോസ്പിറ്റലൊക്കെ ആയിരുന്ന മക്കളുണ്ട്. അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരോടെല്ലാം നീ കൂടെ ഇരിക്കണമേ. നീ വിടുവിച്ച് മഹത്വപ്പെടുത്തുന്ന നിന്റെ ദയക്കായി നദിയോടെ സ്തുതിക്കുകയാണ്. കർത്താവെ, ഈ ആരാധനയെ സംബന്ധിക്കുന്ന മറ്റു പ്രിയപ്പെട്ടവരെ ഓർക്കുന്നു. അവരെ അനുഗ്രഹിക്കണം. ജന്മദിന വിവാഹ വാർഷികം ആഘോഷിക്കുന്ന മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. അവരെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ വിശ്വാസത്തെ ദൈവമേ നീ വർദ്ധിപ്പിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിൽ നിന്ന് ഒരു ശക്തിക്കും ഞങ്ങളെ പിന്തിരിപ്പിക്കുവാൻ കഴിയില്ല എന്ന ബോധ്യത്തോടെ നിലനിൽപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. കുറവുകളെല്ലാം ദൈവം ക്ഷമിക്കണം. ഞങ്ങളുടെ ആരാധനകൾ, ഞങ്ങളുടെ കൂട്ടായ്മകളെ ദൈവം ബലപ്പെടുത്തണം. ദൈവാത്മാവിൻ്റെ ശക്തി കർത്താവെ ഞങ്ങളോട് കൂടെ ഇരിക്കണം. ഞങ്ങളെ വഴി നടത്തണം. അന്ധകാലത്തിലും കർത്താവെ, കഠിനമായ പ്രതിസന്ധികളിലും വേദനകളിലും രോഗങ്ങളിലൊക്കെ കർത്താവെ ആയിരിക്കുന്ന സമയത്ത് അവിടുന്ന് വഴികാട്ടിയായി ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. നിത്യ ജീവന്റെ അവകാശം ഞങ്ങൾക്കും അവിടുന്ന് നൽകണമേ. കുറവുകളെല്ലാം ക്ഷമിക്കണം. ക്രിസ്തു മൂലം താഴ്മയായി ഞങ്ങൾ അങ്ങയോട് യാചിക്കുന്നു. ദയതോന്ന് കേൾക്കണം നല്ല പിതാവേ, ആമേൻ. ദൈവം നൽകിയ നന്മകളെയും അനുഗ്രഹങ്ങളെയും ഓർത്ത് നമുക്ക് സ്തോത്രം അർപ്പിച്ച് പ്രാർത്ഥിക്കാം. പൊതുവിലുള്ള സ്തോത്ര പ്രാർത്ഥനയിൽ നമുക്ക് പങ്കുചേരാം. സർവശക്തിയുള്ള ദൈവമേ, സകല കരുണകളുടെയും പിതാവേ, അയോഗ്യരായ അടിയാരോടും സകല മനുഷ്യരോടും അങ്ങേക്കുള്ള സകല നന്മയ്ക്കായിട്ടും ആർദ്ര കരുണയ്ക്കായിട്ടും ഞങ്ങൾ അങ്ങേക്ക് മഹാവിനയവും മനഃപൂർവ്വമായുള്ള സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ സൃഷ്ടിച്ചതിനും പരിപാലിക്കുന്നതിനും ഈ ആയുസ്സിലെ സകല അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയും എല്ലാറ്റിനും മേലായി ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ലോകത്തെ വീണ്ടെടുത്ത അങ്ങയുടെ വിലമതിച്ചൂടാത്ത സ്നേഹത്തിനു വേണ്ടിയും കൃപാവഴികൾക്ക് വേണ്ടിയും മഹത്വത്തിന്റെ പ്രത്യാശയ്ക്ക് വേണ്ടിയും ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങൾ മായം കൂടാതെ നന്ദിയുള്ളവയായി തീരേണ്ടതിനും അങ്ങയെ സേവിക്കുന്നതിന് ഞങ്ങളെ ഏൽപ്പിച്ച ഞങ്ങളുടെ നാടുകളൊക്കെയും വിശുദ്ധിയോടും നീതിയോടും അങ്ങയുടെ മുമ്പാകെ നടന്ന് അങ്ങനെ ഞങ്ങളുടെ അധരങ്ങൾ കൊണ്ട് മാത്രമല്ല ഞങ്ങളുടെ നടപ്പിലും കൂടെ അങ്ങയുടെ സ്തുതിയെ പ്രസിദ്ധപ്പെടുത്തേണ്ടതിനും അങ്ങയുടെ സകല കരുണകളെയും കുറിച്ച് തക്കതായ ബോധം ഞങ്ങൾക്ക് തരണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. അവനും നിനക്കും പരിശുദ്ധാത്മാവിനും സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കണമേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തിയുള്ള ദൈവമേ, ഈ സമയത്ത് ഏകമനസ്സോടെ ഞങ്ങളുടെ പൊതുവായ അപേക്ഷകളെ കഴിപ്പാൻ അങ്ങ് ഞങ്ങൾക്ക് കൃപ തന്നിരിക്കുന്നു. 2-3 പേർ അങ്ങയുടെ നാമത്തിൽ കൂടുമ്പോൾ അവരുടെ അപേക്ഷകളിൻ പ്രകാരം നൽകുമെന്ന് വാഗ്ദത്തവും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ കർത്താവേ, അങ്ങയുടെ അടിയാരുടെ ആഗ്രഹങ്ങളെയും അപേക്ഷകളെയും ഞങ്ങൾക്ക് ഏറ്റവും ഉപകാരമാകും വണ്ണം നിവൃത്തി വരുത്തി ലോകത്തിൽ സത്യത്തിന്റെ പരിജ്ഞാനവും പരലോകത്തിൽ നിത്യജീവനും ഞങ്ങൾക്ക് തരണമേ. ആമേൻ. സഭയെ അറിയിക്കുവാനുള്ള കാര്യങ്ങൾ ഈ വിശുദ്ധ ആരാധനയിലേക്ക് എല്ലാവരെയും ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. കൂടാതെ വിവിധങ്ങളായ ശുശ്രൂഷകൾ നിർവഹിച്ച പ്രിയപ്പെട്ടവരോടുള്ള സ്നേഹത്തെ അറിയിക്കുന്നു. ഈ ദിവസങ്ങളിൽ ജന്മദിനം,
വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പുതിയ വർഷം ദൈവം അവർക്കെല്ലാം അനുഗ്രഹിച്ച് നൽകട്ടെ. നമ്മുടെ വഴിപാടുകൾ, ദശാംശം, മാസവരി, ഹാർവസ്റ്റ് ഫെസ്റ്റിവലിൻ്റെ കുടിശ്ശികകളൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മുടെ ദേവാലയത്തിൻ്റെ അക്കൗണ്ടിൽ സമർപ്പിക്കണമെന്ന് സ്നേഹത്തോടെ അറിയിക്കട്ടെ. എല്ലാ ബുധനാഴ്ചയും ശനിയാഴ്ചയും നമ്മൾ ഓൺലൈനായിട്ട് പ്രാർത്ഥനകൾ, മീറ്റിങ്ങുകൾ ക്രമീകരിക്കുന്നു. ബുധനാഴ്ച പ്രാർത്ഥനയാണ്. അതുപോലെ തന്നെ ശനിയാഴ്ച സമകാലികമായ വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ശനിയാഴ്ചയും ബുധനാഴ്ചയുമുള്ള പ്രോഗ്രാമുകൾ രാത്രി 8 മണിക്കാണ്. എല്ലാ വ്യക്തികളും കുടുംബങ്ങളും ഒക്കെ ഇതിൽ സംബന്ധിക്കണമെന്ന് സ്നേഹത്തോടെ അറിയിക്കട്ടെ. ഈ ഒരു പ്രതിസന്ധിയുടെ കാലത്ത് പ്രാർത്ഥന ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ, മറ്റ് ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങളൊക്കെ ആരെങ്കിലും നേരിടുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് എന്നെയോ കമ്മിറ്റിക്കാരെയോ അറിയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ പ്രാർത്ഥനയും ഞങ്ങളുടെ സഹകരണവും ഉണ്ടാകും. അതുകൊണ്ട് എന്ത് പ്രയാസങ്ങൾ നേരിട്ടാലും ദയവ് ചെയ്ത് അറിയിക്കണമെന്ന് ജലഹള്ളി ദേവാലയത്തിലെ പ്രിയപ്പെട്ടവരോടും എബ്ബാൾ ദേവാലയത്തിലെ പ്രിയപ്പെട്ടവരോടും ആദരവോടെ അറിയിക്കട്ടെ. ഈ പ്രതിസന്ധിയുടെ കാലത്ത് ഈ ലോകത്തിന് വേണ്ടി നമുക്ക് എപ്പോഴും പ്രാർത്ഥനയോടെ ആയിരിക്കാം. അതുപോലെ നമ്മുടെ കേരള സംസ്ഥാനം ഉരുൾപൊട്ടൽ, മഹാമാരിയുടെ പ്രയാസങ്ങൾ, വെള്ളപ്പൊക്കത്തിൻ്റെ പ്രശ്നങ്ങൾ, അതുപോലെ മറ്റ് കരിപ്പൂരുണ്ടായ അപകടങ്ങൾ, ഒത്തിരി നിരവധി പ്രശ്നങ്ങൾ നമ്മുടെ കേരളത്തിൽ അതുപോലെ രാജ്യത്തും ലോക സമൂഹങ്ങളിലൊക്കെ നേരിടുന്നു. ഈ വിഷയങ്ങളൊക്കെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാനുള്ള, മധ്യസ്ഥത ചെയ്ത് ദൈവത്തോട് യാചിക്കുവാനുള്ള ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. നമ്മളത് മറന്നു പോകാതെ ഈ ലോകത്തിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടിയും നമ്മളെപ്പോഴും പ്രാർത്ഥനയിലായിരിക്കുക. ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ്. ദൈവം അതിനായി നമ്മെ ഒരുക്കട്ടെ. സഭയെ അറിയിക്കുവാനുള്ള കാര്യങ്ങൾ കഴിഞ്ഞു. നമുക്ക് ഈ സമയത്ത് സമാപന പ്രാർത്ഥനയ്ക്കായി നമ്മെ തന്നെ ഒരുക്കാം. ദൈവമായ കർത്താവേ, എളിയവരും ബലഹീനരുമായി ഞങ്ങൾക്ക് വീണ്ടും ഒരു പ്രാവശ്യം കൂടെ കർത്താവെ നിന്നെ ആരാധിക്കുവാൻ, ഈ പുതിയ ദിവസം കാണുവാൻ കൃപ ചെയ്തതിനായി ഞങ്ങൾ നന്ദി കരയറ്റുന്നു. ദൈവാത്മാവിൻ്റെ അനുഗ്രഹത്തെ ഞങ്ങളുടെ മേലും തിരുസഭ മേലും ലോകത്തിൻ്റെ മേലും അവിടെ നയിക്കണമേ. ആരെങ്കിലും ഈ ആരാധനയിൽ വേദനയോടെ, പ്രയാസത്തോടെ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ കർത്താവ് നീ അവരെ മാനിക്കണമേ. പല വിഷയങ്ങൾ നിൻ്റെ സന്നിധിയിൽ ഞങ്ങൾ പങ്കുവച്ചു. കർത്താവെ, അവിടെ എല്ലാം നീ കൂടെ ഇരിക്കണമേ. നിൻ്റെ ആശ്വാസത്തിൻ്റെ കരങ്ങൾ നീട്ടി അവിടുത്തെ മക്കളെല്ലാം നീ വഴി നടത്തണമേ. കർത്താവായ ദൈവമേ, ഞങ്ങൾ കേൾപ്പിച്ച വചനത്തിനായി നന്ദിയോടെ സ്തുതിക്കുകയാണ്. നീ കൂടെയുണ്ട് എന്ന വിശ്വാസത്തോടെ ഈ മരുഭൂമിയുടെ യാത്രയിൽ, പൊള്ളുന്ന അനുഭവങ്ങളിൽ സഞ്ചരിക്കുവാൻ ഞങ്ങളെ ഇടയാക്കണമേ. ഞങ്ങളെ കൈവിടാത്ത ദൈവമേ, ഉപേക്ഷിക്കാത്ത ദൈവമേ, നിൻ്റെ കരങ്ങളിൽ നിത്യതയോളം ഞങ്ങളെ കാത്തുകൊള്ളണമേ. നാഥ, ഈ ഒരാഴ്ച മുഴുവനും ജീവിക്കുവാനുള്ള, ഓരോ ചുവട് വയ്ക്കുവാനുള്ള അനുഗ്രഹത്തെ, വെളിച്ചത്തെ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കുറവുകൾ, ബലഹീനതകളെല്ലാം തമ്പുരാൻ ഞങ്ങളോട് പൊറുക്കണമേ. ക്രിസ്തു മൂലം താഴ്മയായി ഞങ്ങൾ അങ്ങയോട് യാചിക്കുന്നു. ദൈവം കേൾക്കണം. നല്ല പിതാവേ, വിശ്വാസമുള്ള ഹൃദയത്തോടെ കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിപ്പിൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ നിരന്തരമായ സാന്നിധ്യവും സഹവാസവും കാവലും നിങ്ങളെല്ലാവരോടും കൂടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും കൂടെ ഇരിക്കട്ടെ. ആമേൻ. സമാപന കീർത്തനം 13-ാമത്തെ കീർത്തനം. കൂടെ പാർക്ക നേരം വൈകുന്നിതാ. കീർത്തനം 13.
കൂടെ പാർക്കാനേരം വൈകുന്നീരാ കൂരിരുളേറുന്നു പാർക്കദേവാ ആശ്രയം വേറില്ലാനേരം തന്നിൽ ആശ്രിത വത്സല കൂടെ ആയുസാം ചേരുദിനം ഓടുന്നു ഭൂസന്തോഷമാഹിമമങ്ങുന്നു ചുറ്റിലും കാണുന്നു മാറ്റം കേടും മാറ്റമില്ലാദേവാ കൂടെ കണ്ണടഞ്ഞിടുമ്പോൾ നിൻ ക്രൂശിനെ കാണിക്കാമേ ലോകമഹിമയും ഭൂമിഥ്യാനീഴൽഗേവിക്കുന്നീതാ ഭാഗ്യോദയമായി നീ കൂടെ കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. നിങ്ങളോട് കൂടെയും നമുക്ക് സമാധാനത്തോടായിരിക്കാം. കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.